നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, പണ്ടൊക്കെ നമ്മുടെ നോക്കിയയുടെ അതുപോലെ സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിലെ ചാർജർ എന്ന് പറഞ്ഞാൽ കൃത്യം 5 വോൾട്ട് 1 ആംപിയർ അല്ലെങ്കിൽ 2 ആംപിയറിൻ്റെ ചാർജറായിരുന്നു നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഒരു ഫോൺ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിയിടുന്ന ഒരു പ്രോസസ്സായിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴായിരിക്കും ഫോണിൽ വെറും 5% മാത്രം ചാർജ് കാണുന്നത്. അന്നേരം തന്നെ എടുത്ത് നേരെ നമ്മുടെ ഫാസ്റ്റ് ചാർജർ എടുത്ത് കുത്തുകയായി, സ്വിച്ച് ഓൺ ചെയ്യുകയായി, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ബാഗൊക്കെ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് നമ്മൾ സമയം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് ഫോൺ ഒരു 30 തൊട്ട് ഒരു 60% വരെ ചാർജ് എത്തുന്ന നിലയിലേക്ക് ആ ഒരു ടെക്നോളജി ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ചടുലമായിട്ടുള്ള ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ടർബോ ചാർജിങ് ഇതൊക്കെ വളരെ അനിവാര്യമാണെന്ന് കാണാം. കാരണം നമുക്ക് വളരെ പെട്ടെന്നൊരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് അർജൻറ്റായിട്ട് ഫോൺ ചാർജ് ചെയ്യേണ്ടി വരിക. ആ സമയം വളരെ കുറഞ്ഞ സമയം കാണത്തുള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ചാർജ് ചെയ്തുകൊണ്ട് കൂടുതൽ ദൂരം പോവുക. അതാണ് ഇന്നത്തെ നമ്മുടെ പോളിസി. ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇന്ന് പല മൊബൈൽ കമ്പനികളും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സയോമിയുടെ ഹൈപ്പർ ചാർജ് അല്ലെങ്കിൽ ടർബോ ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒപ്പോ, വിവോ, അതുപോലെ റിയൽമി ഒക്കെ എടുക്കുവാണെങ്കിൽ ബൂക്ക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ, VWC. ഇനി നമ്മുടെ സാംസങ് എടുക്കുവാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, PPS, പ്രോഗ്രാമബിൾ പവർ സപ്ലൈ സിസ്റ്റം. ഇനി നമ്മൾ ഐഫോൺ എടുക്കുവാണെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലൈറ്റ്നിങ് ചാർജർ. ഇനി യൂണിവേഴ്സലായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഒട്ടുമിക്കതും സപ്പോർട്ട് ചെയ്യുന്നതാണ് ക്വിക്ക് ചാർജ് അഥവാ QC എന്ന് പറയുന്നത്, ക്വാൽകോം കമ്പനി വികസിപ്പിച്ചെടുത്ത്. അങ്ങനെ ഒത്തിരി സ്റ്റാൻഡേർഡുകൾ ഇന്ന് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്തരം ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഹൈപ്പർ ചാർജിങ്ങിന് പിന്നിലുള്ള ഇലക്ട്രോണിക്സ് എന്താണെന്നുള്ളത് അത് അധികം ആരും പറയാത്തൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് തോന്നാവുന്ന ചില സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആൾക്കാർക്ക് തോന്നാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് 67 വാട്ടിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ 125 വാട്ടിൻ്റെ ആയിക്കോട്ടെ 220 വാട്ടിൻ്റെ വലിയ പൊണ്ണൻ ചാർജറുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ പറയുന്ന കുഞ്ഞൻ ഡിവൈസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ എയർപോഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് വാച്ച്, ചെറിയ പോർട്ടബിൾ USB ഡിവൈസുകൾ, ഇതൊക്കെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ടാണോ അല്ലെങ്കിൽ അതിലും മേളിലുള്ള വോൾട്ടേജ് വരുമോ? ഇപ്പം ചില ചാർജറിലൊക്കെ 9 വോൾട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ 12 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഫോൺ ഈ പറയുന്ന ഹൈപ്പർ ചാർജിങ്ങിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവുമോ? ഇനി നമ്മളിങ്ങനെ ഒരു ഫാസ്റ്റ് ചാർജിങ് നടക്കുമ്പോൾ ഫോണിനകത്തും ചാർജറിനകത്തും എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടോ? പിന്നെ ബാറ്ററിയുടെ ഓവറോൾ ലൈഫ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അതിന് എന്തെങ്കിലുമൊക്കെ ട്രിക്കുണ്ടോ? അപ്പോൾ ഇതുപോലെ അധികം ആരും ഡിസ്കസ് ചെയ്യാത്തതും പറഞ്ഞു തരാൻ ചാൻസ് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത്തരം ടെക്നിക്കൽ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തിനു പഠിക്കണം, ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. നമുക്ക് ആദ്യം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് സിസ്റ്റം നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ഒരു സിമ്പിൾ ചാർജിങ് സിസ്റ്റം അല്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. കാരണം മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്ന് വരുന്ന ആ ഒരു 5 വോൾട്ടിൻ്റെ നേരിട്ട് ബാറ്ററിയിലേക്ക് കൊടുക്കുകയല്ല, ഈ ഫോണിൻ്റെ അകത്ത് തന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ ചാർജിങ് കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് ബാറ്ററിയിലേക്ക് എത്തുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയും ഫോൺ കുത്തിയിട്ടിട്ട് രാത്രി മുഴുവൻ 100% കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഫോൺ ഫുൾ ചാർജ് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന സംവിധാനങ്ങളെല്ലാം ഫോണിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ ഫുൾ ചാർജിൽ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തണുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു മൊബൈൽ ഫോൺ എടുക്കുവാണെങ്കിൽ അതിലൊരു സ്റ്റാൻഡേർഡ് ചാർജർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ നമ്മൾ 5 വോൾട്ടിൻ്റെ USB ചാർജറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം നോക്കുവാണെങ്കിൽ 5 വോൾട്ട് 1 ആംപിയർ അല്ലെങ്കിൽ 5 വോൾട്ട് 2 ആംപിയർ വരെയാണ് പണ്ടത്തെ കാലത്തൊക്കെ മാക്സിമം ഉള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വാട്ടേജ് രീതി നമ്മൾ കണക്കാക്കുവാണെങ്കിൽ P = VI, അതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ, പവറിൻ്റെ ഇക്വേഷൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1 ആംപിയറിൻ്റെ ചാർജർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 5 × 1, അതായത് മാക്സിമം 5 വാട്ടാണ് ആ ചാർജറിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. ഇനി അതൊരു 2 ആംപിയറിൻ്റെ ആണെങ്കിൽ 5 × 2 10 വാട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ക്വിക്ക് ചാർജിങ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ 10 വാട്ട്സിന് മേളിലുള്ള ചാർജിങ് സ്കീമിനാണ് ജനറലി സൂചിപ്പിക്കുന്നത്. 10 വാട്ടിൽ താഴെയുള്ള എല്ലാ ഡിവൈസുകളും ഈ പറയുന്ന നോർമൽ ചാർജിങ് ആണ്, അതായത് മണിക്കൂറുകളെടുത്ത് ചാർജ് ചെയ്യുന്ന ഒരു സ്കീം. അപ്പോൾ ഇത്തരം ചാർജറുകളുടെ കാലഘട്ടം നമുക്ക് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ഡിവൈസുകൾക്കൊക്കെയാണ് അത് യൂസ് ചെയ്യുക.
ഇനി നമ്മൾ ഫാസ്റ്റ് ചാർജിങ് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുന്ന സ്കീമുകളൊക്കെ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പവർ വളരെ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ 35 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 35 വാട്ടിൻ്റെ ചാർജർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് തരാൻ ഉള്ള രീതിയിലായിരിക്കത്തില്ല, 5 വോൾട്ടിന് മുകളിലായിരിക്കും. ഒരു 5 വോൾട്ടുള്ള ഒരു അഡാപ്റ്ററിന് ഈ പറയുന്ന 35 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ P=VI എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 7 ആംബിയർ എങ്കിലും അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ 7 × 5 നമുക്കറിയാം 35. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 7 ആംബിയർ ഒരു കേബിളിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും കേബിളിൻ്റെ കട്ടി കൂട്ടണം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വളരെയധികം കുറവായിരിക്കണം, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, വളരെ ഷോർട്ടായിട്ട് മാത്രമേ നമുക്കവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകത്തുള്ളൂ. അപ്പം ഇങ്ങനൊരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയാണ് മൊബൈൽ ചാർജറുകളിൽ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് കൂടുതൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് വളരെ കുറവ് മതിയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ചാർജർ 5 വോൾട്ടിൽ നിന്ന് 20 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം 1.75 ആംബിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 35 വാട്ട് അതിന് ഡെലിവർ ചെയ്യാൻ സാധിക്കും. കാരണം സിമ്പിൾ മാത്തമാറ്റിക്സ് 20 × 1.75 = 35. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് 2 ആംബിയർ താഴെയുള്ള കറണ്ട് ഫ്ലോ അതിൽ കൂടെ പോയാൽ മതി. അപ്പോൾ വയറിന് കുറച്ച് ലെങ്ത് കൂടിയാൽ കുഴപ്പമില്ല, കട്ടി കുറച്ചും മതി. അപ്പോൾ അവിടെ ഓവറോൾ നോക്കുവാണെങ്കിൽ എഫിഷ്യൻസി നമുക്ക് വളരെയധികം കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പഴഞ്ചൻ കൺസെപ്റ്റാണ്, അതൊരു പുതിയ രീതിയിൽ മാറ്റിയെടുത്തതേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന 11 kVA ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 kVA ആക്കിയിട്ടാണ് ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് വളരെ കുറവായിരിക്കും, പക്ഷേ ഉയർന്ന വോൾട്ടേജ് ആയിരിക്കും. അതിന് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അതിന് റിക്വയർഡ് ആയിട്ടുള്ള ആ വോൾട്ടേജിലെ കറണ്ടിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മൊബൈലിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും നമ്മുടെ ഈ 20 വോൾട്ട് നേരിട്ട് ബാറ്ററിയിലേക്ക് തള്ളിക്കയറ്റി ഇഞ്ചെക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വോൾട്ടേജിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴേക്കും വോൾട്ടേജ് കുറയും, പക്ഷേ കറണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഫോണിനകത്ത് തന്നെ ഒരു കൺവേർഷൻ, സ്റ്റെപ്പ് ഡൗൺ കൺവേർഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ബക്ക് ബൂസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ ഫോണിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്ന് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ നമുക്ക് ബാറ്ററിയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു കറണ്ട് ഫ്ലോ ഡെലിവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവും. മൊബൈൽ ഫോണിനകത്ത് പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ബാറ്ററി ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഒന്ന് ലിഥിയം പോളിമർ, 2 ലിഥിയം അയൺ. ലിഥിയം അയൺ ബാറ്ററി നോക്കുവാണെങ്കിൽ ചീപ്പസ്റ്റ് ആണ്, കൂടുതൽ എനർജി ഡെൻസിറ്റി ഉണ്ട്, പക്ഷേ വെയിറ്റ് കൂടുതലാണ്. ഇനി നമ്മൾ വളരെ തിൻ പ്രൊഫൈലുള്ള ഹൈ എൻഡ് മൊബൈൽ ഫോണുകളൊക്കെ എടുക്കുവാണെങ്കിൽ അത് ലിഥിയം പോളിമർ ബാറ്ററികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ സ്വഭാവം ഏകദേശം തുല്യമാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 4.2 തൊട്ട് 4.3 വരെ വോൾട്ടേജാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ കറണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആംബിയർ തൊട്ട് ഒരു 8 അല്ലെങ്കിൽ 10 ആംബിയർ വരെയുള്ള സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3.7 to 3.8 വോൾട്ടാണ്. അത് ചാർജിങ്ങിൻ്റെ ഇടയ്ക്ക് വേരിയേഷൻ വരാം. എങ്കിൽ കൂടി ഓവറായിട്ട് ഇതിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും അല്ലെങ്കിൽ അതിനകത്തെ കെമിക്കൽ റിയാക്ഷൻ കൂടുതലായിട്ട് നടന്ന് ബാറ്ററി എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ ഒരു ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പാരാമീറ്ററുകൾ എപ്പോഴും അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വോൾട്ടേജ്, കറണ്ട്, ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇതെല്ലാം ഒരു മൈക്രോ കൺട്രോളർ അവിടെ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ചാർജിങ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ചാർജറുമായിട്ട് കുത്തുന്ന ഒരു സമയമുണ്ടല്ലോ, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം ഏകദേശം ഒരു 1 സെക്കൻഡ് താഴെ സമയം കൊണ്ട് 5 വോൾട്ടായിരിക്കും ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫോണും ചാർജറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഒരു നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോൺ എന്താ പറയുന്നത്, ഹയർ മോഡിലേക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ചാർജിങ്ങിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ കെൽപ്പുള്ളതാണ്. അത് ചാർജർ പ്രൊവൈഡ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് നമ്മുടെ ഫോണ് ചാർജറിന് കൊടുക്കും. അപ്പോൾ ബാക്കി പാരാമീറ്റർ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ ഫോണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ കൂട്ടി ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോണിൽ ചാർജിങ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോൺ വളരെ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണലായിട്ട് കറണ്ട് ഫ്ലോ കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു 80 to 85% ഒക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ്ങിൻ്റെ സ്പീഡ് കുറയ്ക്കുക, അതായത് വോൾട്ടേജ് പതുക്കെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു അഡാപ്റ്റീവ് ചാർജിങ് സ്കീമാണ് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ളത്.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ എപ്പോഴും നിരന്തരമായിട്ട് നമ്മുടെ ഫോണും ചാർജറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാർജറിൻ്റെ അകത്ത് ഒരു മൈക്രോ കൺട്രോളറുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില കേബിളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നോർമൽ ചാർജിങ് മോഡിലേക്കാണ് പോകാറ്. എന്നാൽ അവർ കമ്പനി തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കേബിളോ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുള്ള ആ സ്പെസിഫിക്കേഷനുള്ള ചാർജിങ് നിങ്ങളുടെ ഫോണിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി മറ്റൊരു ഫാക്ടർ കൂടി ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററിയുടെ ടെമ്പറേച്ചർ കൂടുതല, അതിനകത്ത് സർക്യൂട്ടിൻ്റെ ടെമ്പറേച്ചറും കൂടുതല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പതുക്കെ വോൾട്ടേജ് കുറച്ചുകൊണ്ട് വരും. അതുകൊണ്ടാണ് ചില ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ആ ഒരു സ്കീം അവിടെ നടക്കാത്തത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഓർത്തത്. അതായത് നമ്മുടെ ഹെഡ്സെറ്റുകൾ, ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാണും, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് കാണും, അല്ലെങ്കിൽ 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ റീചാർജബിൾ ഗാഡ്ജറ്റ് കാണും. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന 120 വാട്ട് അല്ലെങ്കിൽ 35 വാട്ട് 220 വാട്ട് ഇങ്ങനെയുള്ള ചാർജറൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമുണ്ടോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ കണക്ട് ചെയ്യാം. കാരണം അത് ഇനിഷ്യലി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് 5 വോൾട്ട് ആയിരിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം മാത്രമേ ഇത് ഹയർ വോൾട്ടേജിലേക്ക് സ്വിച്ച് ചെയ്യത്തുള്ളൂ. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ 5 വോൾട്ട് 200 ആംപിയർ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും 5 വോൾട്ടേജ് നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അവിടെ ആ ഒരു ഡിവൈസിന് വേണ്ട കറണ്ട് മാത്രമേ അതിൽ നിന്ന് ഡ്രോ ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതൽ അത് എടുക്കുന്നില്ല. അതുകൊണ്ട് സേഫ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഗാഡ്ജറ്റും അതിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുക. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിലൊരു ഹോസ് ഉണ്ട്. ഈ ഹോസിന് ഒരു 5 സെൻറ്റിമീറ്ററാണ് വ്യാസമുള്ളത്. ഇത് നിങ്ങൾ വലിയ വണ്ണമുള്ള പൈപ്പെ കണക്ട് ചെയ്താലും ഇനി കുഞ്ഞ് പൈപ്പെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവിനെ അത് ബാധിക്കുന്നില്ല. കാരണം അതിൽ നിന്ന് പോകാൻ പറ്റുന്ന വെള്ളം മാത്രമേ അതിലൂടെ പോകുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് പോകത്തില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലും സംഭവിക്കുന്നത്. ഒരു ഡിവൈസിന് ആവശ്യമുള്ള കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നല്ലാതെ ഈ ഓവർ കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 5 വോൾട്ടിന് പകരം 12 വോൾട്ട് കൊടുക്കുന്നെങ്കിൽ അത് ഡേഞ്ചറസാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മളവിടെ ഓർത്താൽ മതി. വോൾട്ടേജ് കൃത്യമാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ടതില്ല. പിന്നെ ഇത്തരം ചാർജറുകൾ ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകൾ, പ്രത്യേകിച്ച് 19 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പിലൊക്കെ അതിനകത്തെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തുള്ള ഹൈപ്പർ ചാർജിങ് സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യാം. അത് കൃത്യമായിട്ട് അവർ പറയുന്ന സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് USB-ലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. കമ്മ്യൂണിക്കേഷൻ നടന്നെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ ലാപ്ടോപ്പ് ചാർജ് ആവാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഹൈ കപ്പാസിറ്റി ഉള്ള പവർ ബാങ്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന, നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ, പ്രത്യേകിച്ച് യാത്രകളിലൊക്കെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമായിരിക്കും ലാപ്ടോപ്പ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഹൈ പവർ ചാർജിങ് സ്കീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അനായാസം തന്നെ അത് ചാർജ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലെ ഓരോ ചാർജിങ് സ്കീമിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ചാർജിങ് സ്കീം നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ആംപിയർ അല്ലെങ്കിൽ 2 ആംപിയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 10 വാട്ടാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അത് കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏതൊരു ഡിവൈസും ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാ കേബിൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് അവിടെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നില്ല. ഇനി അടുത്തായിട്ട് ഈ ക്വാൽകോം എന്ന് പറയുന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ക്വിക്ക് ചാർജ്, അത് QC എന്ന് പറയുന്ന സ്കീം നോക്കുവാണെങ്കിൽ അത് വളരെ യൂണിവേഴ്സലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണത്. അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 5 വോൾട്ട് തുടങ്ങി 20 വോൾട്ട് വരെയാണ്. മാക്സിമം കറണ്ട് 5 ആംപിയർ, മാക്സിമം പവർ ഡെലിവറി എന്ന് പറയുന്നത് 100 വാട്ട്സുമാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്വാൽകോമിൻ്റെ ചിപ്സെറ്റാണ്. അപ്പം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടാണ് പതുക്കെ ഇനിഷ്യലി കുറഞ്ഞ വോൾട്ടേജ് തുടങ്ങി പതുക്കെ ഗ്രാജുവലായിട്ട് വോൾട്ടേജ് കൂട്ടി വരുന്നത്. എന്നിട്ട് ചാർജിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്തിക്കഴിയുമ്പോൾ വീണ്ടും പതുക്കെ കുറച്ച് വരും. അങ്ങനെ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി USB പവർ ഡെലിവറി അഥവാ PD എന്ന് പറയുന്ന ടെക്നോളജി നോക്കുവാണെങ്കിൽ 5, 9, 12, 15, 18, 20 തുടങ്ങിയ വോൾട്ടേജിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് നേരത്തെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പരമാവധി 240 വാട്ട് വരെയുള്ള ചാർജിങ് സ്കീമുകൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സാംസങ് പോലുള്ള കമ്പനികളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നമ്മുടെ PPS എന്ന് പറയുന്നത്, അഥവാ
പ്രോഗ്രാമബിൾ പവർ സപ്ലൈ എന്ന് പറയുന്നത്. കാരണം ഇവിടെ പവർ സപ്ലൈയുടെ വോൾട്ടേജ് നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യും. പിന്നെ ക്വാൽകോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് PDSൻ്റെ. ഇനി നമ്മുടെ MIയുടെ ഫോണുകളൊക്കെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഹൈപ്പർ ചാർജ് അല്ലെങ്കിൽ ടർബോ ചാർജിങ് സ്കീം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ക്വാൽകോമിൻ്റെ ടെക്നോളജിയിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ 5 തൊട്ട് 20 വോൾട്ട് വരെ വേരിയേഷൻ വരുത്തുന്നു. അപ്പോൾ അതിനനുസൃതമായിട്ട് തന്നെ ഏകദേശം 33 വാട്ട് തുടങ്ങി 200 വാട്ട് വരെയുള്ള റേഞ്ചിൽ നമുക്ക് അതിൻ്റെ പവർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ നമ്മുടെ MI ഫോണുകളിലൊക്കെ ഒന്നിൽ കൂടുതൽ ബാറ്ററികൾ ഇൻ്റർകണക്ട് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചാർജിങ് സ്കീമുകൾ MIയുടെ ഫോണിൽ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള BMSഉം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ഇതിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളും ഉണ്ട് കേട്ടോ. വൂക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് ഓപ്പൺ ലൂപ്പ് മൾട്ടി സ്റ്റെപ്പ് കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്. പേര് കേട്ട് നിങ്ങൾ പേടിച്ചു പോകുന്നതും വേണ്ട. ഇവിടെ സംഗതി വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരിക്കും, പകരം ഉയർന്ന കറണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഇവിടെ 5 വോൾട്ടിൽ ഒരു 25 വാട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 5 ആംപിയർ കേബിളിലൂടെ ഫ്ലോ ചെയ്യിപ്പിക്കും. ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ കൺവേർഷൻ്റെ ആവശ്യം ഫോണിൽ വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോണിനകത്ത് ചൂട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വളരെ കട്ടിയുള്ള കേബിളുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒരല്പം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേബിൾ ചെറിയൊരു ഡാമേജ് വന്നാൽ പോലും ചാർജിങ് പെർഫോമൻസിനെ ബാധിക്കാം. ഇത് മാത്രമല്ല, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നീളമുള്ള കേബിളുകളും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഇതിനെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടെക്നോളജികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി നമ്മുടെ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ മാക്സിമം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ചെയ്തു പോകുന്നത് തെറ്റാണ്. അതായത് ഫോണിൽ ഒരു 50% ആകുമ്പോഴേക്കും നമ്മൾ ഫോൺ എടുത്ത് കുത്തിയിടാൻ നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പരമാവധി അതിൻ്റെ ഒരു സൈക്കിൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. ഐഡിയലായിട്ട് പറയുവാണെങ്കിൽ ഒരു ലിഥിയം ബേസ് ചെയ്തിട്ടുള്ള ബാറ്ററിക്ക് 80-20 എന്ന് പറയുന്ന സൈക്കിളാണ്. അതായത് 20% താഴെ പോകണമെങ്കിൽ ചാർജ് ചെയ്യുക, 80% സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഇതൊരിക്കലും പ്രാക്ടിക്കലി നമ്മൾ നടന്നില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 20, ഒരു 90 എത്തിക്കാൻ നോക്കുക. 90 അല്ലെങ്കിൽ 95 ആയാലും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഫുൾ സൈക്കിളിൽ ചാർജ് ചെയ്തു, ഫുൾ സൈക്കിളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യുക. അതായത് 20% താഴെ പോയി ഒരു 5% അല്ലെങ്കിൽ 1% ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഡീപ്പ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബാറ്ററിയുടെ കെമിക്കൽ കംപ്ലീറ്റ് ആ സ്ട്രക്ചറെ വ്യത്യാസം വരും. അപ്പോൾ ഇത് ബാറ്ററിയുടെ ലൈഫ് സൈക്കിളിനെ ബാധിക്കും. പിന്നെ ഓരോ തവണ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴും അതിനകത്ത് ഓരോ ലൈഫ് സൈക്കിൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാർജിങ് ഇടവേളയുടെ ഗ്യാപ്പ് കൂട്ടിക്കൊണ്ട് വരിക. അതായത് നമ്മൾ ഒരു തവണ ഒരു ദിവസം ചാർജ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ടർബോ ചാർജോ അല്ലെങ്കിൽ ഹൈപ്പർ ചാർജോ ഉപയോഗിച്ച് ചാർജ് ചെയ്യാതിരിക്കുക. ക്വിക്ക് ചാർജ് പിന്നെയും ഭേദമാണ്. കാരണം അത് ഈ പറയുന്ന പോലെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് 10-20% ഒന്നും അങ്ങനെ കൂടത്തില്ല. അപ്പോൾ ഈ ബാറ്ററിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററിയുടെ ലൈഫ് കൂടുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. അല്ലെങ്കിലും ഇപ്പോഴത്തെ കമ്പനികളൊക്കെ ഇതുപോലെ ഹൈപ്പർ ചാർജൊക്കെ കൊടുക്കുന്നതിന് പിന്നിലെ ഒരു തന്ത്രം ഇതായിരിക്കും. ബാറ്ററി പെട്ടെന്ന് 3 വർഷത്തിനുള്ളിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ പുതിയ ഫോൺ മേടിക്കാൻ നമ്മളെ കൊണ്ട് നിർബന്ധിക്കുക. അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നോർമൽ അവസ്ഥയിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ചാർജിങ് ചെയ്താലും മതി. അല്ലാതെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ധൃതി വെച്ച് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇത്ര ശതമാനമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുത്തിയിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് അല്ലെങ്കിൽ പറയുന്ന ഹൈപ്പർ ചാർജിങ് സിസ്റ്റം വളരെ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇതിനെല്ലാം പുറമെ നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ഹോട്ട്സ്പോട്ട് ഓണാക്കി നെറ്റ് ഓണാക്കി ചാർജർ കുത്തിക്കൊണ്ട് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ഒന്നിലധികം പ്രോസസ്സ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്, അതേപോലെ ചാർജ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ആകപ്പാടെ ഒരു ഓവർലോഡാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല വെയിലുള്ള സ്ഥലങ്ങൾ, കാറിൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ, ഇവിടെ വെച്ച് ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക. അതായത് കട്ടിയുള്ള കവറാണെങ്കിൽ കൂടി ഇതിൻ്റെ താപം കൃത്യമായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാറ്ററിയുടെ കെമിസ്ട്രിയിൽ വ്യത്യാസങ്ങൾ വരും, ബൾജിങ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഇതുപോലുള്ള ഭയങ്കര ഇടിവെട്ട് ചാർജറുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് നോട്ടീസബിളായിട്ടുള്ള വ്യത്യാസങ്ങൾ ഫോണിൽ കണ്ടു തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ചാർജിങ് സൈക്കിളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഒരു ദിവസം രാവിലെ 100% ഉണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, നമുക്ക് വലിയ ധൃതി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നോർമലായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ മൊബൈൽ ചാർജർ 5 വോൾട്ടിൽ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അത് കാണാൻ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ?
അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു പരീക്ഷണത്തിലൂടെ ആ ഒരു സംഗതി കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ USB-യുടെ സോക്കറ്റ് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യണം. കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് പവർ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ VCC ഗ്രൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ സാധാരണ 67 വാട്ടിൻ്റെ ചാർജറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഉപയോഗിച്ച് നമ്മൾ സാധാരണ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യാമെന്ന്, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് VCC ഗ്രൗണ്ടും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഏകദേശം 5.2 വോൾട്ടാണ് ഉള്ളത്. അപ്പോൾ സേഫാണ്, നമുക്ക് ധൈര്യമായിട്ട് തന്നെ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലത്തെ പവർ ഡെലിവറി മൊഡ്യൂൾ അഥവാ PD മൊഡ്യൂൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാർജറിൽ സ്പെസിഫൈ ചെയ്ത വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാവും. ഇപ്പോൾ 9 വോൾട്ട് ഉണ്ട്, 12 ഉണ്ട്, പല മൊഡ്യൂളുകളുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന 9 വോൾട്ടിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് മെഷർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതിനകത്ത് റെസിസ്റ്ററൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇത് എത്ര വോൾട്ടേജാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നെഗറ്റീവ് ഞാൻ കൊടുത്തു, ഇനിയിപ്പോൾ പോസിറ്റീവും കൂടെ കൊടുക്കാം. അപ്പോൾ അവിടെ കണ്ടോ, കൃത്യം 9 വോൾട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പവർ ഡെലിവറി മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം 9 വോൾട്ടാണ് കിട്ടുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പവർ ബാങ്കിൻ്റെ കാര്യം നോക്കാം. 20,000 mAh ഒരു ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു പവർ ബാങ്കാണിത്. അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് കറണ്ടിൻ്റെ ആ റേഷ്യോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇത് വെച്ച് എത്ര വാട്ടാണെന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ മൊഡ്യൂളും കൊടുത്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോർമലി നമുക്ക് ഇതിനകത്ത് ഇനിഷ്യൽ കൊടുക്കുമ്പോൾ 5 വോൾട്ടാണ് വരുന്നത്. ഏതൊരു 5 വോൾട്ട് ഡിവൈസും നമുക്ക് എത്ര mAh ആണെങ്കിലും വളരെ സേഫായിട്ട് തന്നെ വർക്ക് ചെയ്യാമെന്ന് കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇതുപോലത്തെ പമ്പുകൾ 12 വോൾട്ടിൻ്റെ പമ്പൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വോൾട്ടേജും കറണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ PD മൊഡ്യൂൾ യൂസ് ചെയ്യുമ്പോൾ കൃത്യം 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പച്ച സിമ്പിൾ കാണിക്കുന്ന ഇത് ക്വിക്ക് ചാർജ് മോഡിലേക്ക് സ്വിച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 12 വോൾട്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് തന്നെ നമ്മുടെ ആ മോട്ടർ ലോഡൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ചൂടാവത്തുമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺവേർട്ടർ അല്ല 12 ആക്കുന്നത്, നമ്മുടെ ചാർജറിലേക്ക് റിക്വസ്റ്റ് കൊടുത്ത് ചാർജറാണ് 12 വോൾട്ടിനെ ഇങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പമ്പൊക്കെ നല്ല സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള പവർ ബാങ്കുകൾ യൂസ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഔട്ട്പുട്ട് ഷോർട്ടാവാൻ പാടില്ല. ഷോർട്ടായി കഴിഞ്ഞാൽ പവർ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടറി കേടായി പോകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ചാർജറിനകത്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതുവഴി ഈ പറഞ്ഞ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു IC മൊഡ്യൂളല്ല വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നത്, ഒരു കമാൻഡ് അയച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജിങ് ലെവലിലേക്ക് ചാർജർ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ അയക്കാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള നല്ലൊരു ടെക്നിക്കൽ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.